പത്തനംതിട്ട പന്തളത്തിന് സമീപം കുളനടയിലാണ് MC റോഡിൽ വാഹനാപകടം സംഭവിച്ചത്. ടൂറിസ്റ്റ് ബസ്സും ചരക്ക് ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ചരക്ക് ലോറിയുടെയും ടൂറിസ്റ്റ് ബസ്സിന്റെയും ഡ്രൈവർമാർ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തി. ഇരു ക്യാബിനുള്ളിലും ഡ്രൈവർമാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ബസ്സിലെ രണ്ട് ഡ്രൈവറെ അതിൽ ഒരു ഡ്രൈവറെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. രാവിലെ 6:45 കൂടിയാണ് MC റോഡിൽ വാഹനാപകടം സംഭവിച്ചത്. ബസ്സിൽ 45 യാത്രക്കാർ ഉണ്ടായിരുന്നു. പരിക്കേറ്റ ബസ്സിലെ യാത്രക്കാരെയെല്ലാം സമീപത്തെ 3 ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ പുറത്തേക്ക് എടുക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം സമയം ഇവർക്ക് ഈ ഡ്രൈവർമാർക്ക് ആ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇരു വാഹനങ്ങളും പുറവശത്തേക്ക് മാറ്റാൻ ഒരു ശ്രമം അത് ആദ്യം നോക്കിയെങ്കിലും പിന്നീട് അത് അപകടകരമാണെന്ന് മനസ്സിലായി. കാരണം 2 ഡ്രൈവർമാരും ഈ വാഹനത്തിനുള്ളിൽ ക്യാബിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായതിനാൽ ബസ്സുകൾ ക്രെയിൻ ഉപയോഗിച്ച് ബസ്സും ലോറിയും പുറകോട്ട് മാറ്റുക എന്നുള്ളത് അവരുടെ ജീവന് അപകടമായതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ച് പിന്നീട് ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന യത്നത്തിനൊടുവിൽ ഇപ്പോൾ ഡ്രൈവറെ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ഡ്രൈവർ ഇപ്പോഴും ഈ ക്യാബിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിനുണ്ടായിരുന്ന ഒരു ഡ്രൈവറെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ MC റോഡ് സ്ഥിരമായിട്ട് ഈ കുളനട ഭാഗത്ത് അപകടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. ധാരാളം അപകടങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സും ചരക്ക് ലോറിയിൽ മുഴുവൻ ലോഡായിരുന്നു. രാവിലെ 6:45 കൂടി അപകടം സംഭവിക്കുന്നു. ഉടൻ തന്നെ അടൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു, പോലീസ് എത്തുന്നു, നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നു. പിന്നീട് 1 മണിക്കൂറിലധികം നേരം ഈ ശ്രമം നടന്നു. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറെ ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഡ്രൈവർ ഇപ്പോഴും ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹത്തെ ഏത് വിധേനയും പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഫയർഫോഴ്സ് ഒക്കെ വളരെ ഊർജിതമായി തന്നെ ആംബുലൻസ് ഒക്കെ ഇവിടെ തയ്യാറായി തന്നെ കിടപ്പുണ്ട്. പരിക്കേറ്റ 45 പേരെയും ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവിടെ വെളുപ്പിനെ പുലർച്ചെ 6:30 കൂടിയിട്ടാണ് അപകടം നടക്കുന്നത്. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് നിഗമനം. റോങ് സൈഡിലാണ് ബസ് വന്നിരിക്കുന്നത്. പരമാവധി ലോറി ഡ്രൈവർ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിരുന്നെങ്കിലും അവർ വളവായതിനാൽ കയറി ഇടിക്കുകയായിരുന്നു. ബസ്സിലെ ഡ്രൈവറെയാണ് അവർ പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതെ, ഇപ്പം ലോറിയുടെ ഡ്രൈവറെയാണ് ഇപ്പോൾ ആദ്യം എടുത്തേക്കുന്നത്. ലോറി ഡ്രൈവറെയാണ് ആദ്യം കൊണ്ടുപോയിരിക്കുന്നത്. ബസ് ഡ്രൈവർ ഇപ്പോഴും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബസ് ഡ്രൈവർ ഇപ്പോഴും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അത് 1 മണിക്കൂറിലധികമായി കട്ട് ചെയ്തിട്ട് വാഹനത്തിന്റെ ബോഡി കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്കൊക്കെ ഗുരുതരമാണോ? എങ്ങനെയാണ്? ആശുപത്രിയിലേക്കൊക്കെ പെട്ടെന്ന് മാറ്റാൻ സാധിച്ചിരുന്നോ? ബസ്സിലുണ്ടായിരുന്ന 10ലധികം പേർക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 2 സ്ത്രീകൾക്ക് തലയ്ക്ക് നല്ല ഇഞ്ചുറിയാണുള്ളത്. പുരുഷന്മാർക്കും നല്ല ഇഞ്ചുറി ഉണ്ട്. അവരെല്ലാം ഒന്ന് ചെങ്ങന്നൂര് ഗവൺമെന്റ് ആശുപത്രിയിലും അതുപോലെ തന്നെ പന്തളത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 6:30 സംഭവിച്ചത്. 6:30 തൊട്ട് 1 മണിക്കൂർ 2 പേരും അതിന്റെ അകത്ത് കുറച്ച് പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10-20 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഫ്രണ്ട് 2 പേരെ ഉള്ളു കൊണ്ടുപോകാൻ. ഇവിടെ ബേക്ക് ആ സൈഡ് പൊളിച്ചിട്ട് ഗ്ലാസ് പൊളിച്ച് ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ആംബുലൻസിൽ ഓരോരുത്തരെ കൊണ്ടുപോകായിരുന്നു. 6:10 കഴിഞ്ഞാണ് സംഭവം നടക്കുന്നത്. ഇനി ഫ്രണ്ടിലെ 2 പേര് ഇടിച്ചു പൊളിച്ചു. ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നഴ്സുമാരും അവരും ആരോഗ്യ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിനുള്ളിൽ ഡ്രൈവർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ലോറിയുടെ ഡ്രൈവറെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർ ഇപ്പോഴും അതിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എമർജൻസി വാതിൽ പൊളിച്ചാണ് ആൾക്കാരെ പുറത്തേക്ക് എടുത്തത്. പലരും അബോധാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. പലരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു. അവരെ കുളനടയിലുള്ള വിവിധ ആംബുലൻസുകളിൽ ആക്കി വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ഒപ്പം തന്നെ നഴ്സുമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ
വാഹനത്തിന് പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. വീട്ടിൽ ഷാജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.